രാവിലെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ വാർത്ത സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റിലേക്കാണ് ഈ മണിക്കൂറിൽ പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ചു എന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി. സംഭവത്തിൽ 3 അംഗ സമിതി അന്വേഷണം നടത്തും. 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശമുണ്ട്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഓർത്തോ വിഭാഗം മേധാവിയോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും റിപ്പോർട്ട് തേടി. രോഗിയുടെ കാലിൽ പുഴുവരിച്ച വാർത്ത പുറത്തെത്തിച്ചത് ന്യൂസ് മലയാളമാണ്. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ സമ്മതിക്കില്ല. ഇത് ചികിത്സാ പഴവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു ദാക്ഷിണ്യ കാര്യത്തിൽ ഉണ്ടാവില്ല. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്തും തത്സമയം. സനിസ, അങ്ങനെ വാർത്ത പുറത്തെത്തി, ഉടനടി നടപടിക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശവും. വിവരങ്ങൾ. അതേ സേതു, വാർത്ത പുറത്തെത്തി. ഇപ്പോൾ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സൂപ്രണ്ടിന്റെ തലത്തിലാണ് അന്വേഷണം ഉണ്ടാവുക. സൂപ്രണ്ട് ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ മനോജിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഓർത്തോ വിഭാഗം മേധാവികൾ കൂടാതെ തന്നെ വൈസ് പ്രിൻസിപ്പൽ എന്നിവർ ചേരുന്ന 3 അംഗ സമിതിയാണ് അന്വേഷണം നടത്തുക. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് തീവ്രപരിചരണ വിഭാഗമായിട്ടുള്ള ICUവിൽ എങ്ങനെയാണ് ഈച്ച എത്തിയത്, ഈച്ച എങ്ങനെ ഈ മുറിവിലേക്ക് എത്തി, മുട്ടയിട്ടു, ഇതെങ്ങനെ പുഴുവരിച്ചു എന്നതടക്കമുള്ളവ പരിശോധിക്കും. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ICUവിൽ ജോലി ചെയ്യുന്ന, ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാർ, ഡോക്ടർമാർ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്യും. ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ട് സൂപ്രണ്ടിന് കൈമാറും. പിന്നീട് സൂപ്രണ്ട് തലത്തിൽ ഒരു അന്വേഷണം നടക്കും. ഈ ഓർത്തോ വിഭാഗം മേധാവികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു അന്വേഷണം സൂപ്രണ്ടിന്റെ തലത്തിൽ നടക്കും. സൂപ്രണ്ട് തലത്തിൽ നടത്തുന്ന പഠനത്തിന്റെ റിപ്പോർട്ട് DMEക്ക് കൈമാറും. DME ആ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് കിട്ടണം. മറ്റന്നാൾ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. കൂടാതെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഓർത്തോ വിഭാഗം മേധാവികളോടും നിയോഗിച്ച 3 അംഗ സമിതിയോടും സൂപ്രണ്ടും പറഞ്ഞിട്ടുണ്ട്. സൂപ്രണ്ട് തലത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് പ്രിൻസിപ്പൽ വഴി DMEക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. അതും തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നാണ് ഒരു രോഗിക്ക്, രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന രോഗിക്ക് ബൈക്ക് അപകടത്തിൽ ചികിത്സ തേടിയ രോഗിയുടെ സർജറിക്ക് ശേഷം ആ മുറിവിൽ പുഴുവരിച്ചിരിക്കുന്നത്. ICUവിൽ വെച്ചാണ്. അത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. കൂടാതെ തന്നെ സമാനമായി തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി കട്ടിലിൽ നിന്ന് വീണ് മരണപ്പെട്ടതായിട്ട് പരാതി ഉയർന്നിരുന്നു. ആ കാര്യത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് കലശലായ മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ ആ മഞ്ഞപ്പിത്തം തലച്ചോറിനും കരളിനും ബാധിച്ച സാഹചര്യത്തിലായിരുന്നു. രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന അസുഖവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം എന്ന് അറിഞ്ഞതിന് ശേഷം നടപടി ഉണ്ടാകുമെന്നും സൂപ്രണ്ടും അതേപോലെ വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമായിരുന്നു എന്നാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം. കൂടാതെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വീഴ്ചയിൽ ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകും. എന്തായാലും റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടി. സേതു.